വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ഫെബ്രുവരി 2-ന് പാലക്കാട് ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന അപ്രായോഗിക ഉത്തരവുകൾ പിൻവലിക്കുക, ഹരിതകർമ്മ സേനയുടെ സേവനം ആവശ്യമുള്ളവരിൽ നിന്ന് മാത്രം യൂസർ ഫീ ഈടാക്കുക, GSTയുടെ പേരിൽ വ്യാപാരികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പിഴ അടിച്ചേൽപ്പിക്കുന്ന നോട്ടീസുകൾ പിൻവലിക്കുക, FSSAI രജിസ്ട്രേഷൻ പരിധി 1 കോടിയായി ഉയർത്തുക, പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസ് ഫീസ് പട്ടികയിൽ സ്ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച നിരക്ക് മാറ്റം വരുത്തുക, അമിതമായി വർദ്ധിപ്പിച്ച ട്രേഡ് ലൈസൻസ് ലീഗൽ മെട്രോളജി ഫീസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാര സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ഫെബ്രുവരി 2-ന് പാലക്കാട് ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു സമരത്തിൻ്റെ മുഖത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് പ്രാദേശികമായിട്ടുള്ള മണ്ഡലം ഭാരവാഹികൾ നിങ്ങളെ പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചു തന്നെയാണ്. അതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജാഥ 29-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. വ്യാപാര സംരക്ഷണ ജാഥ 13-ാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കും. ആ ജാഥ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുന്നത് 2-ാം തീയതിയാണ്, വെള്ളിയാഴ്ച. പാലക്കാട് ജില്ലയിൽ 2 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. ഒന്നാമത്തെ കേന്ദ്രം പാലക്കാട് കോട്ടമൈതാനിയിൽ രാവിലെ 10 മണിക്ക്, രണ്ടാമത് 3 മണിക്ക് പട്ടാമ്പിയിലാണ് സ്വീകരണം നൽകുന്നത്. ഈ 2 സ്വീകരണങ്ങളും വളരെ വലിയ വ്യാപാരികളുടെ പങ്കാളിത്തത്തോടു കൂടി വിജയിപ്പിക്കാനാണ് ജില്ലാ കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ പട്ടാമ്പിയിലുള്ള സ്വീകരണം ഗംഭീരമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്നറിയിക്കാനും, പട്ടാമ്പിയിലെ യോഗ സ്ഥലത്തേക്ക് നിങ്ങളെ എല്ലാവരും എത്തിച്ചേരണം. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുണ്ട്. അത്തരം ആവശ്യങ്ങളൊക്കെ വർഗങ്ങളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ പൊതുജനങ്ങളുടെയും മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. രാവിലെ 10 മണിക്ക് കോങ്ങാട്, മലമ്പുഴ, പാലക്കാട്, ചിറ്റൂർ, തരൂർ, ആലത്തൂർ, നെന്മാറ എന്നീ മണ്ഡലങ്ങൾ ചേർന്ന് പാലക്കാട് കോട്ടമൈതാനിയിലും, വൈകിട്ട് 3 മണിക്ക് മണ്ണാർക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, തൃത്താല എന്നീ നിയോജക മണ്ഡലങ്ങൾ ചേർന്ന് മേലെ പട്ടാമ്പിയിലും സ്വീകരണം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. വിവിധ യൂണിറ്റുകളിൽ വ്യാപാരികളിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തി സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും. ഫെബ്രുവരി 13-ന് മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടും. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ വ്യാപാര സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനവും നടക്കും. വ്യാപാര മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടുള്ള 5 ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിരവധി പുതിയ നിബന്ധനകൾ വെച്ചുകൊണ്ട് വളരെ സങ്കീർണമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓരോ വ്യാപാരിയും 10 100 സ്ക്വയർ ഫീറ്റിൽ മാത്രം കച്ചവടം ചെയ്യുന്ന ചെറുകിട വ്യാപാരികൾ പോലും മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ, അതുപോലെ ശൗചാലയം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. അങ്ങനെ ഒരുക്കാത്ത സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പുതിയ സാഹചര്യം. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ മുന്നിൽ 2 ബിന്നുകൾ സ്ഥാപിച്ച് ആ ബിന്നിൽ പൊതുജനങ്ങൾക്ക് പോലും മാലിന്യം കൊടുന്ന് നിക്ഷേപിക്കാവുന്ന നിയമവ്യവസ്ഥിതിയാണ് ഇപ്പം നിലവിലുള്ളത്. 2 ബിന്നുകളിൽ ഒന്ന് ജൈവമാലിന്യം, ഒന്ന് അജൈവ മാലിന്യം എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് ആ ബിന്നിനകത്തുണ്ടാകുന്ന വേസ്റ്റ് ഓരോ ദിവസവും വ്യാപാര സ്ഥാപനത്തിൽ കെട്ടി സൂക്ഷിച്ച് ഹരിതകർമ്മസേനയുടെ ആളുകൾ വരുമ്പോൾ അവരെ ഏൽപ്പിക്കുന്ന ദൗത്യമാണ് വ്യാപാരികളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, മൊയ്തു ഓങ്ങല്ലൂർ, റസാഖ് ശങ്കരമംഗലം, സിദ്ദിഖ് പത്രാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു.